ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈയിൽ കനത്ത ജാഗ്രത. ഫെയിഞ്ചിൽ നിലവിൽ ചെന്നൈക്ക് 180 കിലോമീറ്റർ അകലെയാണുള്ളത്. കാറ്റ് കരതൊടുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. തമിഴ്നാട്ടിൽ കനത്ത മഴയാണ്. വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് ഉള്ളത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ തമിഴ്നാട് ആന്ധ്ര തീരങ്ങൾ. ഈ ഫെങ്കൽ ചുഴലിക്കാറ്റ് 90 കിലോമീറ്റർ വേഗതയിൽ കരതൊടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഹാബലിപുരത്തിനും കാരയ്ക്കലിനും ഇടയിൽ ആകും ഈ ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് ഫെയിഞ്ചൽ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തും ജാഗ്രത ഉണ്ട് എന്നാണ്, ജാഗ്രതാ നിർദ്ദേശമുണ്ടെന്നാണ് അറിയുന്നത്. തമിഴ്നാട്ടിൽ ഇതുമൂലം കനത്ത മഴയാണ്. വളരെ വലിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കാറ്റ് കരതൊടുക. എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ, പറയൂ. ഈ തമിഴ്നാടിൻ്റെ ഏതാണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് 134 കിലോമീറ്റർ അകലെയാണ് സൈക്ലോന്റെ സാന്നിധ്യമുള്ളത്. നിലവിൽ ഏതായാലും തെക്കൻ ആന്ധ്ര തീരത്തും അതുപോലെ തന്നെ വടക്കൻ തമിഴ്നാട് തീരത്തും കാര്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ചെന്നൈ ഉൾപ്പെടെ 9 ജില്ലകളിലാണ് വലിയ റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴ ചെന്നൈ നഗരത്തിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 11 ടീം NDRFിൻ്റെ 11 ടീം പുതുച്ചേരിയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ചെന്നൈയിൽ തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള കാഞ്ചീപുരം പോലുള്ള ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നേരിടാൻ തയ്യാറാണ്. വിമാന സർവീസുകളൊക്കെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 13 വിമാനങ്ങളാണിന്ന് ചെന്നൈയിൽ നിന്ന് ഉള്ളത് റദ്ദാക്കിയിരിക്കുന്നത്. പല വിമാനങ്ങളും വൈകുകയും ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ നെല്ലൂർ അതുപോലെ തന്നെ തിരുപ്പതി പോലുള്ള മേഖലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മുൻപ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവചനാതീതമായ സ്വഭാവം ഈ കാറ്റിനുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനം ഇന്നലെ, അതായത് വ്യാഴാഴ്ച ഇത് ചുഴലിക്കാറ്റാവില്ല എന്നുള്ള ഒരു പ്രവചനം വന്നിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഇത് ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലേക്ക് മാറും എന്നുള്ള മുന്നറിയിപ്പും വന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയോടെ കാറ്റ് കരതൊടുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.